നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പട്ടാമ്പി നിയമസഭാ സീറ്റ്, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നിയമസഭാ സീറ്റ് ലീഗിന് കൈമാറാനുള്ള നീക്കം കോൺഗ്രസ് നടത്തിയെങ്കിലും തൽക്കാലം പട്ടാമ്പി സീറ്റ് വേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. പട്ടാമ്പി സീറ്റിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി, എന്ന് വെച്ചാൽ 2-3 തെരഞ്ഞെടുപ്പുകളായി CPI സ്ഥാനാർത്ഥിയാണ് മത്സരിച്ച് ജയിക്കുന്നത്. 2016-ലും 2021-ലും മുഹമ്മദ് മൊഹസിൻ എന്ന CPIയുടെ പുതുമുഖമാണ് പട്ടാമ്പിയിൽ നിന്നും ജയിച്ചു കയറിയത്. അതുകൊണ്ട് പട്ടാമ്പി സീറ്റ് ഇനി കോൺഗ്രസ് ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിക്ക് തന്നെ ചെറിയ സംശയങ്ങളുണ്ട്. അങ്ങനെയാണ് ആ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയാലോ എന്ന ചിന്ത കോൺഗ്രസിനുള്ളിൽ സജീവമായത്. നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂർ സീറ്റൊക്കെ ലീഗിൽ നിന്ന് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി സീറ്റ് കൊടുത്താൽ ലീഗിനൊരു സമാധാനമാകുമല്ലോ, അതുകൊണ്ട് ഗുരുവായൂരെടുത്ത് പട്ടാമ്പി കൊടുക്കാം എന്നുള്ള തലത്തിലേക്കൊക്കെ ലീഗുമായി ചില സംസാരങ്ങൾ നടന്നെങ്കിലും പട്ടാമ്പി സീറ്റ് തങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടിലാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. പട്ടാമ്പിയിൽ മുസ്ലിം വോട്ടുള്ള പോലെ തന്നെ ഹൈന്ദവ വോട്ടുകൾ, പ്രത്യേകിച്ച് സവർണ ഹൈന്ദവ വോട്ടുകൾ ധാരാളമുള്ള ഇടമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ അത് CPMന് അനുകൂലമാകുന്ന, അല്ലെങ്കിൽ CPI ഇടത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും അവിടെ ലീഗ് സ്ഥാനാർത്ഥി നിന്നാൽ ഒരു പക്ഷേ ഇടത് സ്ഥാനാർത്ഥി ജയിക്കുമെന്നും അങ്ങനെ വെറുതെ ഒരു സീറ്റ് മേടിച്ച് പരാജയപ്പെടേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിച്ചേർന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പട്ടാമ്പി സീറ്റ് ഏതായാലും മുസ്ലിം ലീഗിന് വേണ്ട എന്നുള്ള നിലപാട് അവർ എടുക്കുകയും അവർ UDF നേതൃത്വത്തെ അത് അറിയിക്കുകയും ചെയ്തു. പട്ടാമ്പിയിൽ ഏതായാലും വീരചരമം അടയണ്ട എന്നാണ് ലീഗിൻ്റെ ഒരു നിലപാട്. അവിടെ മുസ്ലിങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ലീഗ് സ്ഥാനാർത്ഥി എന്നാൽ ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉള്ളിടത്തെല്ലാം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന ഒരു തലത്തിലേക്ക് രാഷ്ട്രീയം പോകുന്നതും ശരിയല്ല എന്നാണ് ലീഗിൻ്റെ പക്ഷം. അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കട്ടെ, കോൺഗ്രസിന് പറ്റിയ നേതാക്കളുണ്ടെന്നും അവർ തന്നെ മത്സരിക്കട്ടെ എന്നും ആ സീറ്റ് ലീഗ് എടുത്താൽ അത് അവിടെ ഒരു ഹൈന്ദവ കൺസോളിഡേഷന്, ഒരു ഭൂരിപക്ഷ ഏകീകരണത്തിനുള്ള സാധ്യത ഉണ്ടാക്കുമെന്നാണ് ലീഗിൻ്റെ ഭയം. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ആ സീറ്റ് എടുക്കണ്ട എന്നുള്ള ഒരു തലത്തിലേക്ക് ലീഗ് എത്തിച്ചേർന്നു. ഇനിയിപ്പോൾ ഗുരുവായൂർ വിട്ടുകൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായാലും, ഗുരുവായൂർ കെ മുരളീധരനായി വിട്ടുകൊടുക്കേണ്ട സാഹചര്യം വന്നാൽ പോലും പട്ടാമ്പി സീറ്റ് എടുക്കണ്ട എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. കാരണം അത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ലീഗിൻ്റെ സീറ്റാണ്. അവിടെ M ഷംസുദ്ദീൻ നിന്ന് വിജയിക്കാറുണ്ട്. അത് CPIയുടെ സീറ്റാണ്. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി ലീഗ് നേതൃത്വം പിടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഒരു സീറ്റ് പാലക്കാട് ഉള്ള സ്ഥിതിക്ക് പട്ടാമ്പി എന്ന രണ്ടാമതൊരു സീറ്റും കൂടെ എടുത്ത് അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ലീഗിന് താല്പര്യമില്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് ഗുരുവായൂർ വിട്ടുകൊടുക്കേണ്ടി വന്നാലും, ഗുരുവായൂർ മുരളീധരന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വന്നാലും പട്ടാമ്പി ഞങ്ങൾ എടുക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, N ഷംസുദ്ദീനെ പോലൊരു നേതാവ് അവിടെ MLA ആയി ഇരിപ്പുണ്ട്. ലീഗിൻ്റെ ടിക്കറ്റിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ. ആ മണ്ഡലത്തിൽ അവിടെ ലീഗിൻ്റെ ആൾ MLA ആയിരിക്കുമ്പോൾ വീണ്ടും ആ ജില്ലയിൽ തന്നെ ഒരു സീറ്റ് ലീഗ് പിടിച്ചു വാങ്ങിയെന്ന് വന്നാൽ ഒരുപക്ഷെ മണ്ണാർക്കാട് ഷംസുദ്ദീൻ്റെ വിജയം പോലും ഒരു പക്ഷേ തുലാസിലായേക്കുമെന്നുള്ള ഭയമാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് പട്ടാമ്പി സീറ്റ് വേണ്ട, പട്ടാമ്പി സീറ്റ് നിങ്ങൾ തന്നാലും ഞങ്ങൾ എടുക്കില്ല എന്നൊരു നിലപാടിലേക്ക് ലീഗ് പോവുകയാണ്. ഗുരുവായൂർ സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസ് എടുത്തോ, അതിന് പകരം സീറ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പട്ടാമ്പി പോലൊരു സീറ്റ് എടുക്കാൻ തങ്ങളെ നിർബന്ധിക്കരുത്, അത് കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിന് വഴിവെക്കുമെന്നാണ് ലീഗിൻ്റെ പക്ഷം. ആ തലത്തിലാണ് ലീഗിലെ ചർച്ചകൾ പോകുന്നത്. അതുകൊണ്ട് പട്ടാമ്പി സീറ്റ് വേണ്ട എന്ന നിലപാടിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എത്തിക്കഴിഞ്ഞു.